സമയത്ത് സ്വീകരിച്ച മതപ്രീണന രാഷ്ട്രീയവുമായി CPM വീണ്ടും അരങ്ങത്ത്. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് നാളെ നടക്കാനിരിക്കെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പത്രങ്ങളിൽ മാത്രം CPMന്റെ തിരഞ്ഞെടുപ്പ് പരസ്യം. കാന്തപുരം വിഭാഗത്തിന്റെ പത്രമായ സിറാജിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പത്രമായ സുപ്രഭാതത്തിലുമാണ് CPM ഇന്ന് മുൻപേജ് പരസ്യം നൽകിയത്. സരിൻ തരംഗം എന്ന തലക്കെട്ട് നൽകി സരിന്റെ ചിരിക്കുന്ന ചിത്രവും ചിഹ്നമായി സ്റ്റെതസ്കോപ്പും ഉൾപ്പെടുത്തിയാണ് പരസ്യം നൽകിയത്. വിമർശനം ഒഴിവാക്കാൻ പാലക്കാട് മലപ്പുറം എഡിഷനുകളിൽ മാത്രമാണ് പരസ്യം നൽകിയിരിക്കുന്നതും. കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്കെതിരെയാണ് പത്രത്തിലെ പരാമർശങ്ങൾ. ഈ വിഷനാവിനെ സ്വീകരിക്കുകയോ? ഹാ കഷ്ടം. കാശ്മീരികളുടെ കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്ത സന്ദീപ് എന്താണ് ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റം? ഗാന്ധിയെ ചെറുതായി വെടിവെച്ച് കൊന്നു എന്നുള്ള സന്ദീപിന്റെ ചാനൽ ചർച്ചയിലെ പരാമർശങ്ങളും അടിവരയിട്ട് പറയുന്നുണ്ട്. CAA കേരളത്തിലും നടപ്പാക്കുമെന്ന സന്ദീപിന്റെ പരാമർശവും ഹിന്ദുത്വ വഴി മാധ്യമ പത്രത്തിന്റെ വാർത്ത എന്നൊക്കെ നിറച്ചാണ് പരസ്യം നൽകിയിരിക്കുന്നത്. പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുമ്പോൾ ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളെ രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചിരുന്നു. സാദിഖ് അലി തങ്ങൾ മറ്റുള്ള തങ്ങൾമാരെ പോലെയല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ അണി പോലെയാണ് പെരുമാറുന്നതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത്. പരാമർശത്തിനെതിരെ മുസ്ലിം സമുദായത്തിൽ കടുത്ത എതിർപ്പ് ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ മുസ്ലിം ലീഗ് ശക്തമായ വിമർശനവുമായും രംഗത്തെത്തി. ഈ ഘട്ടത്തിൽ തന്നെയാണ് സിറാജിലും സുപ്രഭാതത്തിലും CPM പരസ്യം പ്രത്യക്ഷപ്പെടുന്നത്. പാലക്കാട് നല്ലൊരു വിഭാഗം മുസ്ലിം വോട്ടുകൾ ഉണ്ടായിരിക്കെയാണ് മുസ്ലിം പത്രങ്ങളിൽ മാത്രം പരസ്യം നൽകി സമുദായത്തെ ഒപ്പം നിർത്താൻ CPM ശ്രമിക്കുന്നത്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് ആവർത്തിക്കാറുള്ള CPM തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ അതെല്ലാം മാറ്റി മതപ്രീണന രാഷ്ട്രീയമാണ് അവസരം നോക്കി പയറ്റാറുള്ളത്. PDPയുമായും അബ്ദുൾ നാസർ മദനിയുമായും പരസ്യ സഖ്യമുണ്ടാക്കാൻ CPM മടിച്ചിരുന്നില്ല. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം പ്രീണന രാഷ്ട്രീയമാണ് CPM പയറ്റിയതും. ഇരു സമസ്ത വിഭാഗങ്ങളുടെയും പിന്തുണ CPMന് ലഭിച്ചിരുന്നു. പിണറായി വിജയൻ കേരള ഭരണത്തിൽ രണ്ടാം ഊഴം ലഭിക്കാൻ ഇടയാക്കിയത് ഈ ന്യൂനപക്ഷ പിന്തുണയായിരുന്നു എന്നതാണ് സത്യം. ഇപ്പോൾ പാലക്കാട് കടുത്ത ത്രികോണ മത്സരം നടക്കുമ്പോൾ വിജയം ലക്ഷ്യമാക്കിയാണ് CPM വർഗീയ കാർഡ് പുറത്തിറക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് സുപ്രഭാതം ദീപിക പത്രങ്ങളിൽ വ്യത്യസ്ത കാർഡിറക്കി ഫുൾ പേജ് പരസ്യങ്ങളാണ് CPM നൽകിയത്. കത്തുന്ന കുരിശിന്റെ ചിത്രവും ഓർമ്മപ്പെടുത്തലാണ് മണിപ്പൂർ, ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന ഓർമ്മപ്പെടുത്തൽ എന്ന ക്യാപ്ഷനോടെയാണ് ദീപികയുടെ ഒന്നാം പേജിൽ നൽകിയത്. തട്ടമിട്ട പെൺകുട്ടിയുടെ ചിത്രവും പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന കലാപത്തിന്റെ ചിത്രവുമാണ് സുപ്രഭാതം ഒന്നാം പേജിൽ നൽകിയത്. ജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ വിഷം തുപ്പുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് താങ്ങും തണലുമായി അടിപതരാതെ ഇടതുപക്ഷം എന്ന വാചകവും അടിക്കുറിപ്പായി നൽകിയിരുന്നു.